ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ടെക് കോർണർ മലയാളം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കുകയുണ്ടായിരുന്നു എന്താണ് 3 സ്റ്റാർ എ സിയും 5 സ്റ്റാർ എ സിയും നിങ്ങൾ ഏതാണ് വാങ്ങേണ്ടത്. അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു ഒരു എ സി വെക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് വീഡിയോസിനും നല്ല രീതിയിൽ റെസ്പോൺസ് നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇൻവേർട്ടർ എ സിയും നോൺ ഇൻവേർട്ടർ എ സിയും തമ്മിലുള്ള വ്യത്യാസവും കൺവേർട്ടബിൾ എ സി എന്താണ്, അല്ലെങ്കിൽ ഒരു 5 സ്പീഡ് എ സി എന്നൊക്കെ പറയുന്ന എ സി അങ്ങനത്തെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് നല്ല വിശദമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കൂടാതെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ PLC HMI VFDയുടെ കോഴ്സ് നിങ്ങൾ ചേരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ ഒരു എക്സ്പേർട്ടായി മാറാൻ സാധിക്കട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ഇൻവേർട്ടർ എ സി, നോൺ ഇൻവേർട്ടർ എ സി. ഇപ്പോൾ എ സി വാങ്ങാൻ നിങ്ങൾ കടയിൽ പോയാൽ കുഴപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. 3 സ്റ്റാർ 5 സ്റ്റാർ ഇൻവേർട്ടർ, നോൺ ഇൻവേർട്ടർ, ഇതിൽ ഏതെടുക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം 3 സ്റ്റാറും 5 സ്റ്റാറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇൻവേർട്ടറും നോൺ ഇൻവേർട്ടറും തമ്മിലുള്ള വ്യത്യാസത്തിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു നോൺ ഇൻവേർട്ടർ എ സി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് നോൺ ഇൻവേർട്ടർ എ സി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എ സിയെ പറ്റി ആദ്യത്തെ വീഡിയോ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു എ സി പ്രവർത്തിക്കുന്നത് എന്ന്. ഒരു എ സിയുടെ ഒരു പ്രധാന ഭാഗമാണ് കംപ്രസർ. ഏറ്റവും കൂടുതൽ വൈദ്യുതി കൺസ്യൂം ചെയ്യുന്നതും കംപ്രസറാണ്. അപ്പോൾ നമ്മുടെ ഒരു നോൺ ഇൻവേർട്ടർ എ സി അല്ലെങ്കിൽ ഈ ഫിക്സ്ഡ് സ്പീഡ് എ സി ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്പീഡായിരിക്കും. നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ നേരെ ഒറ്റ സ്പീഡിലേക്ക് കംപ്രസർ പോവുക, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കംപ്രസർ നേരെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് എന്ന കണ്ടീഷനിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു നോൺ ഇൻവേർട്ടർ എ സി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എ സി ഓൺ ആക്കുമ്പോൾ നമ്മുടെ റൂം ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, വീട്ടിൽ നല്ലൊരു ചൂടുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നമ്മുടെ ഒരു ഡീഫോൾട്ട് ഇപ്പോൾ 24 ഡിഗ്രിയാണ് സെറ്റ് ചെയ്തതെങ്കിൽ 24 ഡിഗ്രിയിലേക്ക് നമ്മൾ എ സിയെ എത്തിച്ച ശേഷം നേരെ കംപ്രസർ അങ്ങ് ഓഫ് ആവും. ഓഫ് ആയ ശേഷം പിന്നെ കംപ്രസർ ഐഡിയൽ മോഡായിരിക്കും, കംപ്രസർ ഓഫ് കണ്ടീഷനിലായിരിക്കും. റൂമിൽ നേരത്തെ എത്രയാണോ കൂളിംഗ് ഉണ്ടായിരുന്നത് ആ കൂളിംഗ് ക്ലോസ് സ്പേസ് ആണ് അതിനകത്ത് തന്നെ കിടക്കും. ലീക്കേജ് ഉണ്ടെങ്കിൽ കുറഞ്ഞു വീണ്ടും ആ റൂമിലെ ചൂട് വീണ്ടും പഴയ പോലെ ആകുമ്പോൾ വീണ്ടും കംപ്രസർ ഒറ്റ അടിക്ക് നേരെ ഫുൾ സ്പീഡിലേക്ക് ഓൺ ആവും. അപ്പോൾ വീണ്ടും അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഈ കംപ്രസറിന്റെ ഓണും ഓഫും വളരെയധികം കൂടുതലായിരിക്കും. അതായത് പലതവണ തന്നെ ഓണും ഓഫ് ആവുകയും, ഇപ്പോൾ ഒരു കംപ്രസർ ഓൺ ആവുക എന്ന് പറയുന്നത് ഒരു നല്ല വൈദ്യുതി ഒരു ഓൺ ആകുമ്പോൾ കംപ്രസർ വലിക്കുന്നുണ്ടാവും. അതുകൂടാതെ ഇതൊരു കംപ്രസർ മൂവിങ് പാർട്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വെയർ ആൻഡ് ടെയറും കൂടുതൽ, ഏറ്റവും കൂടുതൽ ഓണും ഓഫും ആകുമ്പോൾ വെയർ ആൻഡ് ടെയർ കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ റൂമിലെ കൂളിങ്ങും നമുക്കൊരു നല്ല രീതിയിൽ തണുക്കും, പിന്നെ പെട്ടെന്ന് പഴയ പോലെ ആവും, പിന്നെയും തണുക്കും. അപ്പം ഒരു നല്ലൊരു കണ്ടിന്യൂസ് നല്ലൊരു പ്ലസന്റ് കൂളിങ്ങും നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫിക്സ്ഡ് സ്പീഡ് എ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കോൺസ്റ്റന്റ് കംപ്രസർ സ്പീഡ് ഉണ്ടാവും, ഒരു ഓൺ ഓഫ് സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ടോഗിളിംഗ് ആയോ, നേരെ ഓൺ ഓഫ് ഇങ്ങനെ ആയിരിക്കും. പിന്നെ കോസ്റ്റ് കുറവായിരിക്കും നോൺ കംപ്രസർ എ സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടർ എ സി എന്ന് പറയുന്ന എ സിയുടെ കോസ്റ്റ് കുറവാണെങ്കിലും പവർ യൂസേജ് നമ്മൾ 5 സ്റ്റാറിന് പറഞ്ഞ പോലെ 3 സ്റ്റാർ 5 സ്റ്റാർ പറഞ്ഞ പോലെ തന്നെ പവർ യൂസേജ് വളരെയധികം കൂടുതലായിരിക്കും മറ്റതിനെ അനുബന്ധിച്ച്. അപ്പോൾ ഒരു നോൺ ഇൻവെർട്ടർ എ സി എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഇങ്ങനെ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എ സി ആണ്. ഇനിയാണ് നമ്മുടെ ഇൻവെർട്ടർ എ സിയിലേക്ക് വരേണ്ടത്. അപ്പം ഇൻവെർട്ടർ എ സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ സ്പീഡ് കംപ്രസർ അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എങ്ങനെയായിരുന്നു, നമ്മൾ ഒരു എ സി ഓൺ ആക്കുന്ന ഉടനെ തന്നെ റൂമിലെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ഒരു നമ്മുടെ നോമിനൽ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ നേരെ കംപ്രസർ ഓഫ് ആവുകയായിരുന്നു മറ്റിടത്ത് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ കംപ്രസർ ഓഫ് ആവുന്നില്ല. ഇവിടെ ശരിക്കും കംപ്രസർ ചെയ്യുന്നത് സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്പീഡ് കുറച്ച് കംപ്രസറിന്റെ സ്പീഡ് കുറയുകയാണ്. അപ്പോൾ നമ്മുടെ കൂളിങ്ങിനനുസരിച്ച് നമ്മുടെ കംപ്രസറിന്റെ സ്പീഡും കുറയും. ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിയുമ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിലേക്ക് ഇത് മാറുകയും ആ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതുമൂലം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസർ വീണ്ടും ഓഫായിട്ട് ഓൺ ആകുന്ന ആ ഒരു പ്രശ്നം ഇതിലുണ്ടാവുന്നില്ല. കൂടാതെ റൂമിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതുകൂടെ നമുക്ക് 2 ലാഭമാണ്. ഒന്ന്, നല്ലൊരു പ്ലസന്റ് ഫീല് റൂമിൽ ഉണ്ടാകുന്നു. കൂടാതെ റൂമിന്റെ അല്ലെങ്കിൽ കംപ്രസറിന്റെ ഓൺ ഓഫ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുമാണ്.
അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്നത് നമുക്ക് 30% തൊട്ട് 50% വരെ കോസ്റ്റ് വൈദ്യുതി ചാർജ് ലാഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എങ്കിൽ പോലും അപ്ഫ്രണ്ട് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇൻവെർട്ടറിൻ്റെ AC-യുടെ കോസ്റ്റ് നോൺ ഇൻവെർട്ടർ AC-യെക്കാളും കൂടുതലായിരിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ഒരു കംപ്രസറിൻ്റെയൊക്കെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കാരണം ഇത് എപ്പോഴും ഓൺ ഓഫ് ആവും ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു വെയർ ആൻഡ് ടെയർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിനെ ഒരു മൊത്തത്തിലൊന്ന് ഒരു ടേബിളിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇൻവെർട്ടർ AC എന്ന് പറയുന്നത് വേരിയബിൾ, കംപ്രസറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. സ്പീഡ് നീഡ് അനുസരിച്ച് ഇത് ചെയ്യും. മറ്റേത് ഒരു ഓൺ ഓഫ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എനർജി എഫിഷ്യൻ്റ് ആണ് ഇൻവെർട്ടർ AC എന്ന് പറയുന്നത്. അപ് ടു 30 to 40% ആണ്. മറ്റേത് എനർജി എഫിഷ്യൻ്റ് അല്ല. കൂളിംഗ് സ്റ്റേബിൾ റൂം ടെമ്പറേച്ചർ കിട്ടുന്നു, മറ്റടുത്ത് നമ്മൾ സ്റ്റേബിൾ റൂം ടെമ്പറേച്ചർ കിട്ടുന്നില്ല. പിന്നെ നോയ്സ് ലെവൽ, ഇൻവെർട്ടർ AC എന്ന് പറയുന്ന ഒരു നോയ്സ് വളരെ കുറവായിരിക്കും. അങ്ങനെ ശബ്ദമുണ്ടാക്കി എപ്പോഴും ഉണ്ടാകുന്നതല്ല. പ്രത്യേകിച്ച് ഈ നമ്മൾ കംപ്രസർ ഓൺ ആവുകയും ഓഫ് ആവുകയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവാറുണ്ട്. മറ്റേടത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കംപ്രസർ ഓൺ ഓഫിൻ്റെ സൗണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇനിഷ്യൽ കോസ്റ്റ് ഒബ്വിയസ്ലി ഇൻവെർട്ടർ AC കൂടുതലായിരിക്കും, നോൺ ഇൻവെർട്ടർ AC കുറവായിരിക്കും. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇൻവെർട്ടർ AC കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കാരണം കംപ്രസറിൻ്റെയൊക്കെ കമ്പോണൻസിൻ്റെയൊക്കെ സ്ട്രെയിൻ വളരെ കുറവായതുകൊണ്ട് മറ്റേത് കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പം ഇത്രയുമാണ് നമ്മൾ ഒരു ഇൻവെർട്ടർ ACയും നോൺ ഇൻവെർട്ടർ ACയും തമ്മിൽ മനസ്സിലാക്കേണ്ടത്. ബേസിക്കായിട്ട് ഇൻവെർട്ടർ AC എന്ന് പറയുന്നത് ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കംപ്രസർ ഓഫ് ആവുന്നില്ല. അതേസമയം കംപ്രസറിൻ്റെ സ്പീഡാണ് അത് കൺട്രോൾ ചെയ്യുന്നത്, കുറച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതനുസരിച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല, കംപ്രസർ ഓഫ് ആയിട്ട് വീണ്ടും ഓൺ ആവുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി കൺവേർട്ടബിൾ AC ടെക്നോളജി, ഇതും നിങ്ങൾക്കറിയാം. 5 സ്പീഡ് എന്ന് പറഞ്ഞ് പല രീതിയിൽ കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻവെർട്ടർ AC-യുടെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ലെവൽ എന്ന് പറയാം. അതായത് നമുക്കറിയാം ഇൻവെർട്ടർ AC-യിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ സ്പീഡ് അഡ്ജസ്റ്റിന് നമ്മളൊരു കുറച്ചുകൂടെ ഒരു മാർക്കറ്റിംഗ് പോയിന്റിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്വിച്ച് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് 4-5 സ്വിച്ച് തന്നിരിക്കുകയാണ്, മോഡ് തന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് സ്പീഡ് സെറ്റ് ചെയ്യാം മാനുവലായിട്ട്. അപ്പം നിങ്ങളുടെ റൂം വളരെ ചെറുതും നിങ്ങൾ 2 പേര് മാത്രമാണ് അതിനകത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒക്യുപ്പൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആ AC ഒരു 30 to 40% സ്പീഡിൽ ഓടിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോഡിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു 30 to 40% സ്പീഡിൽ മാത്രമായിരിക്കും കംപ്രസർ വർക്ക് ചെയ്യുക. അതുമൂലം നിങ്ങൾക്ക് അവിടെയും വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. കൂളിങ്ങും കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് കിട്ടും. അതല്ല നിങ്ങൾ ഒരു 3 to 4 പേരാണെങ്കിൽ നിങ്ങൾക്കൊരു 50 to 60% അല്ലെങ്കിൽ 70% AC വർക്ക് ചെയ്യിക്കണം. അപ്പോൾ ആ മോഡ് സെലക്ട് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ലാഭിക്കാവുന്ന ഒരു 60% 40% കംപ്രസറിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ അത്രയും കൂടെ വൈദ്യുതി ലാഭിക്കാനും AC-യുടെ വെയർ ആൻഡ് ടെയർ ലാഭിക്കാനും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രധാനം വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അഡ്ജസ്റ്റബിൾ കൂളിംഗ് കപ്പാസിറ്റി. നമുക്ക് 60 to 100% വരെ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫ്ലെക്സിബിൾ സ്പീഡ് അനുസരിച്ച് ഇൻവെർട്ടറിൻ്റെ എഫിഷ്യൻസി മാറാൻ സാധിക്കുന്നു. ഇപ്പോൾ എനർജി സേവിങ് ആണ്. അതായത് നിങ്ങൾക്ക് ഫുൾ ഒരു AC ഒരു 5 പേരുടെ AC നിങ്ങൾക്ക് കൂളിംഗ് കപ്പാസിറ്റി വേണ്ടായിരിക്കും നിങ്ങൾ 2 പേരുള്ളപ്പോൾ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് എനർജി സേവ് ആകുന്നു. അപ്പം ഇത് നമുക്ക് 3 സ്റ്റാറിലും 5 സ്റ്റാറിലും ആവാം. പക്ഷേ ഇതൊരു ഇൻവെർട്ടർ ടൈപ്പ് AC-യിൽ മാത്രമേ പാടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യങ്ങളുണ്ടാവും. ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള സംശയമാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ് 5 സ്റ്റാർ AC-യും ഇൻവെർട്ടർ AC-യും ഒന്നാണ് എന്നുള്ളത്. അപ്പോൾ അതുകൂടെ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആക്കിക്കോട്ടെ. അതായത് 5 സ്റ്റാർ AC-യും ഇൻവെർട്ടർ AC-യും ഒന്ന് അല്ല എന്നുള്ള കാര്യം. 5 സ്റ്റാർ AC എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എനർജി എഫിഷ്യൻസിയാണ്. ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻവെർട്ടർ ടെക്നോളജിയാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വണ്ടിയുടെ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു എൻജിൻ നല്ല സ്മാർട്ട് എൻജിനാണെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ഒരു എന്താ പറയുക ഇൻവെർട്ടർ ടൈപ്പ് AC ആയിട്ട് താരതമ്യം ചെയ്യാം. അതേസമയം വണ്ടിയുടെ ഒരു മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്കൊരു 5 സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ BE റേറ്റിങ്ങിനായിട്ടും കമ്പയർ ചെയ്യാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ 5 സ്റ്റാർ AC-യും ഇൻവെർട്ടർ ടെക്നോളജി ആയിരിക്കണമെന്നില്ല, എല്ലാ ഇൻവെർട്ടർ ടെക്നോളജിയും 5 സ്റ്റാർ ആയിരിക്കണമെന്നുമില്ല. അതിന് പ്രധാന എക്സാമ്പിൾ വീണ്ടും നമ്മൾ ആ വണ്ടിയുടെ എക്സാമ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ വളരെ നല്ലതായതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ മൈലേജ് കൂടണമെന്നില്ല. വണ്ടിയുടെ മൈലേജ് കൂടാൻ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. അവിടുത്തെ ടെക്നോളജീസ് ഉണ്ട്, വണ്ടിയുടെ വെയിറ്റ് ഉണ്ട്, നമ്മുടെ ടോർക്ക് ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്, അതിൻ്റെ വണ്ടിയുടെ ട്യൂണിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതനുസരിച്ചാണ് ഒരു മൈലേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഇൻവെർട്ടർ ആയതുകൊണ്ട് 5 സ്റ്റാർ AC ആവണമെന്നൊന്നുമില്ല, ഇൻവെർട്ടർ ആയാൽ 5 സ്റ്റാർ AC ആയിക്കൂടാന്നുമില്ല. അപ്പം ഡെഫിനറ്റ്ലി പക്ഷേ ഇപ്പം നമുക്ക് കണ്ടുവരുന്ന ഒട്ടുമിക്ക എല്ലാ 5 സ്റ്റാർ AC-യും യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ ടെക്നോളജിയാണ്. കാരണം അവിടെ വൈദ്യുതി ഓട്ടോമാറ്റിക്കലി കുറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഇനി നിങ്ങളൊരു എ സി വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 സ്റ്റാർ വേണോ 5 സ്റ്റാർ വേണോ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ യൂസേജും റൂമിൻ്റെ സൈസും അനുസരിച്ച് പറക്കാം. ഇൻവേർട്ടർ വേണോ നോൺ ഇൻവേർട്ടർ വേണോ, കൺവേർട്ടബിൾ വേണോ നോൺ കൺവേർട്ടബിൾ വേണോ, അപ്പോൾ എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഈ കഴിഞ്ഞ 2-3 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് എ സി കടയിൽ പോയി വാങ്ങാം. ഇവൻ സെയിൽസ് എൻ്റെ ആളെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് ഇതൊക്കെ അവർക്ക് വേണേൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്